ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിന് മഹത്വം. നാം ദുഷ്ടൻ, അവൻ്റെ പ്രവർത്തനങ്ങൾ എന്നീ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുഷ്ടൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് കർത്താവിൻ്റെ വചനം പറയുന്ന ഒരു ഭാഗമാണ്, ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരത്തെയും വിട്ട് യഹോവയിലേക്ക് തിരിയട്ടെ. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ദുഷ്ടമനുഷ്യൻ്റെ കാര്യമാണ് അവിടെ നാം വായിക്കുന്നത്. അതായത് ദുഷ്ടനും നീതികെട്ടവനും. ദുഷ്ടൻ്റെ മറ്റൊരു സ്വഭാവമാണ് നീതികേട്. ആദ്യം ആരംഭിക്കുന്നത് നീതികേടാണ്. അത് കഴിഞ്ഞിട്ടാണ് ദുഷ്ടത ആരംഭിക്കുന്നത്. ആദ്യം മനുഷ്യൻ വഴിതെറ്റുന്നത് വിചാരത്തിലാണ്, അല്ലെങ്കിൽ നിരൂപണത്തിൽ. അതിൽ തെറ്റിയതിന് ശേഷമാണ് ദുഷ്ടതയിലേക്ക് പോകുന്നത്. വിചാരത്തിൽ നീതികേടും വഴിയിൽ ദുഷ്ടതയും, ഇതാണ് പൊതുവെ സംഭവിക്കുന്നത്. അതാണ് യെശയ്യാപ്രവചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ദുഷ്ടൻ തൻ്റെ വഴിയെ, നീതികെട്ടവൻ തൻ്റെ വിചാരത്തെ വിട്ടൊഴിയട്ടെ. ദാവീദ് ഒരു കാഴ്ച കണ്ടു. ആ കാഴ്ചയിൽ ഒരു സ്ത്രീ കുളിക്കുന്നതാണ് കണ്ടത്. അവൻ ആ കാഴ്ച കണ്ടപ്പോൾ അവനിൽ ആഗ്രഹം ജനിച്ചു, മോഹം ജനിച്ചു. അപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞതാണ്, അതായത് വിശ്വാസികളുടെ അവകാശമാണ് വാദിക്കുന്ന ആത്മാവ്. ദൈവഭക്തൻ്റെ ഏറ്റവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടയാളമാണ് ആത്മാവിൻ്റെ വാദം. പാപം ചെയ്തതിന് ശേഷം തലമുറയായി കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത് പ്രകാരമാണ്, എൻ്റെ ആത്മാവ് മനുഷ്യനിൽ സദാകാലം ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല. കാരണം മനുഷ്യൻ്റെ ദുഷ്ടത വലുതാണ്. ഒരു മനുഷ്യൻ ഏതെങ്കിലും തെറ്റ് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ അതിൻ്റെ വിചാരത്തിലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ തന്നെ കർത്താവ് ആത്മാവിനാൽ വാദിക്കാൻ തുടങ്ങും. അത് ശരിയല്ല. റോമാലേഖനം 8-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പ്രകാരമാണ്, ആത്മാവ് താനും നമ്മൾ ദൈവത്തിൻ്റെ മക്കളെന്ന് നമ്മുടെ ആത്മാവിനോട് വാദിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ദൈവം ഒരു ആത്മാവിനെ വസിക്കുമാറാക്കിയതിന് ശേഷം അത് വാദിച്ചുകൊണ്ടിരിക്കുക. എവിടെ പോയിരുന്നാലും അരുതാത്തൊരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ നീ ദൈവത്തിൻ്റെ പൈതലാണ്, നിനക്കത് ചിന്തിക്കാൻ പാടില്ല. അരുതാത്ത കാര്യത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നീ ദൈവത്തിൻ്റെ പൈതലാണത് ചിന്തിക്കാതെ സംസാരിക്കാൻ പാടില്ല. ഒന്നും ഭാവിച്ചു കഴിഞ്ഞാൽ, പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇതിലൊക്കെയും വാദമാണ്. ഈ വാദം ദൈവത്തിൻ്റെ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹമാണ്. ഈ വാദത്തിൻ്റെ വിവിധ ഘട്ടങ്ങളുണ്ട്. അതായത് ഒരു മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുൻപേ ദൈവം പറയും. യോസേഫ് ആ സ്ത്രീയാൽ വശീകരിക്കപ്പെട്ടപ്പോൾ യോസേഫിൻ്റെ ആത്മാവിൽ ദൈവം വസിക്കുമാറാക്കിയ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് വാദിച്ചു, പാടില്ല, ഈ പ്രവൃത്തി ചെയ്താൽ ദൈവത്തോട് തന്നെ ചെയ്യുന്ന പാപമാണ് എന്ന് വാദിച്ചു. ഉടനെ തന്നെ യോസേഫ് ആ വാദത്തെ ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ പക്ഷക്കാരനായി നിന്നുകൊണ്ട് ആ സ്ത്രീയെ വിട്ട് ഓടി. ആത്മാവിൻ്റെ വാദം അവിടെ ജയിച്ചു. മറ്റൊരു വാദം, 2 കുഷ്ഠരോഗികൾ ഇസ്രായേലിൽ വളരെ ക്ഷാമം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കൾ പേടിച്ച് ഓടിപ്പോയ സ്ഥാനത്ത് ചെന്ന് അപ്പവും വീഞ്ഞും ഭക്ഷണവും എല്ലാം എടുത്ത് വാരി വാരി കഴിക്കുക. ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുവൻ പറഞ്ഞു, നാം ഈ ചെയ്യുന്നത് ശരിയല്ല, നാം ഈ ചെയ്യുന്നത് തെറ്റാണ്. കാരണം സഹോദരന്മാർ മുഴുവൻ പട്ടിണിയാണ്. ഇന്ന് നമുക്ക് ഇത്രയും വലിയൊരു കൊള്ള കിട്ടിയിട്ട് അത് നമ്മൾ തന്നെ കുടിക്കുകയും തിന്നുകയും ചെയ്ത് നേരം വെളുത്ത് നാളെ ആയേക്കാൻ നമ്മൾ തെറ്റുകാരാവും, ദൈവത്തിന് മുമ്പാകെ നമ്മൾ കണക്ക് പറയേണ്ടി വരും എന്ന് അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാദിച്ചു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വാദം അവർ സ്വീകരിച്ചു. ഉടനെ തന്നെ അവർ ചെന്ന്
രാജധാനിയിൽ വിവരം അറിയിച്ചു. അന്നുണ്ടായ സന്തോഷം എല്ലാ ഇസ്രായേലും ഒരുമിച്ച് പങ്കുവയ്ക്കാനിടയായത്. ഇനി വിചാരത്തിൽ ദൈവാത്മാവ് പറഞ്ഞത് കേട്ടില്ല, പ്രവർത്തിച്ചപ്പോഴും കേട്ടില്ല. പ്രവർത്തിച്ച് കഴിഞ്ഞ ഉടനെ ഇസ്രായേൽ ജനത്തെ എണ്ണാൻ പാടില്ലെന്നാണ്. ജനത്തെ എണ്ണണമെങ്കിൽ ഓരോരുത്തരും വീണ്ടെടുപ്പ് ദ്രവ്യം കെട്ടിവെക്കണം, എന്നിട്ട് മാത്രമേ എണ്ണാവൂ. ദാവീദ് ഇതൊന്നും ചെയ്യാതെ ജനത്തെ എണ്ണി, കൽപ്പന കൊടുത്തു. യോവാബ് പോയി എണ്ണി. തുടങ്ങിയപ്പോൾ പലരും പറഞ്ഞതാ ശരിയല്ല, അത് ചെയ്യരുത് എന്ന് പറഞ്ഞതാ. പക്ഷെ അവൻ കേട്ടില്ല. അത് എണ്ണി, അപ്പോഴും ദൈവാത്മാവ് വാദിച്ചതാ ചെയ്യരുത്, അതും കേട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം എണ്ണിക്കഴിഞ്ഞ ഉടനെ എണ്ണം എടുത്തു കഴിഞ്ഞപ്പോൾ മനസാക്ഷി കുത്തുകൊണ്ടു. ദൈവാത്മാവ് വാദിച്ചപ്പോൾ ഹൃദയത്തിൽ കുത്തുകൊണ്ടു, അയ്യോ കർത്താവേ, ഞാൻ തെറ്റ് ചെയ്തു പോയി. അടുത്ത വാദമെന്ന് പറയുന്നത്, വിചാരത്തിൽ വന്നപ്പോഴേ വാദിച്ചിട്ട് കേട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാദിച്ച് കേട്ടില്ല, ചെയ്ത് കഴിഞ്ഞിട്ട് വാദിച്ചിട്ടും കേട്ടില്ല, എന്നിട്ട് നീതിമാനാണെന്ന് പറഞ്ഞിരിക്കുക. നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവം അവസാനമായിട്ട് പരിശുദ്ധാത്മാവിനെ അവനിൽ നിന്ന് എടുത്തു മാറ്റാൻ പോവുക. അതായത് ഇനി വാദിക്കില്ല, വാദം നിർത്താൻ പോവുക. ഈ പരിശുദ്ധാത്മാവില്ലാത്ത അഭിഷിക്തൻ എന്നുള്ള നിലയിലേക്ക് ദാവീദ് വരാൻ പോവുക. ആ നിലയ്ക്ക് മുമ്പ് നാഥാൻ പ്രവാചകനെ അയച്ച് ദൈവം ദാവീദിന് ബോധ്യം വരുത്താനായിട്ട് അവിടെ ചെന്നു. ഏതായിരുന്നാലും കാര്യം പറഞ്ഞ ഉടനെ ദാവീദിനോട് ആ ധനവാന്റെയും ദരിദ്രൻ്റെയും ചരിത്രം ഉപമയായി പറഞ്ഞതോടുകൂടി ദാവീദിൻ്റെ മനസ്സ് ഉണർന്നു, അവൻ്റെ നല്ല മനസ്സാക്ഷി ഉണർന്നു. അവൻ ന്യായമായൊരു വിധി വിധിച്ചു. ഈ തവണ ദൈവം തൻ്റെ ആത്മാവിനാൽ ദാവീദിനെ നേടി. അവനാരായാലും അവൻ മരണയോഗ്യനെന്ന് ദാവീദ് വിധിച്ചു. ദൈവം പ്രവാചകൻ മുഖാന്തരം പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെയാണ്, തെറ്റ് ചെയ്തതിന് തെറ്റ് സമ്മതിച്ചു, ക്രമീകരിച്ചു, എടുത്തു. അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, വിചാരത്തിൽ നീതികേട് വന്നപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞതാ, കേട്ടില്ല. അത് പ്രവൃത്തിയിൽ വന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞതാ, കേട്ടില്ല. പ്രവർത്തിച്ച് കഴിഞ്ഞപ്പോഴും നീ ചെയ്ത് ശരിയായില്ല സൂചിപ്പിച്ചതാ, കേട്ടില്ല. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, വാദിക്കുന്ന ആത്മാവിനെ എടുത്തു കളയാൻ പോവുക, എടുത്തു മാറ്റാൻ പോവുക. അതിനെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യനിൽ എല്ലാ കാലവും എൻ്റെ ആത്മാവ് വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. 2 3 വട്ടം ദൈവം അത് അരുളി ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം വാദം നിർത്തും. ആ വാദം നിർത്തുന്നതിന് മുമ്പ് ദൈവം അവസാനമായിട്ട് അയച്ചതാണ് പ്രവാചകനെ, നാഥാൻ പ്രവാചകനെ. ഏതായിരുന്നാലും പരമാർത്ഥ മനസ്സ് ഉണർന്നു, തെറ്റ് മനസ്സിലാക്കി ദൈവത്തോട് ഏറ്റുപറഞ്ഞു, ക്രമീകരണം പ്രാപിച്ചു. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ദൈവം തൻ്റെ ആത്മാവിനെ എടുത്തു മാറ്റിയാൽ പിന്നീട് ജീവിതത്തിൽ മാനസാന്തരം അല്ലെങ്കിൽ ക്രമീകരണം എന്ന് പറയുന്നത് പ്രയാസമാണ്. പിന്നീടുള്ള വിധി എന്ന് പറയുന്നത് യൂദായുടെ ലേഖനം എഴുതിയിരിക്കുന്നത് പോലെയാണ്. കാരണം കർത്താവ് തൻ്റെ വിശുദ്ധന്മാരോടുകൂടി ലോകത്തിലേക്ക് ന്യായം വിധിക്കാൻ വരുന്ന സമയത്ത് മനുഷ്യൻ അഭക്തിയോടെ ചെയ്ത സകല നിഷ്ഠൂരങ്ങളും പ്രവൃത്തികളും ന്യായം വിധിക്കേണ്ടതിന് വേണ്ടി അന്ന് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ പാപബോധം അവസാനമായിട്ട് വരുന്നത്. അന്ന് പാപബോധം വന്നിട്ടോ മാനസാന്തരമോ യഥാസ്ഥാനമോ ഇല്ല, അവിടെ വെച്ച് തീരുകയാണ്. ന്യായം വിധിച്ച് അവൻ നശിച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, മനുഷ്യരിൽ ജീവനുള്ളതിനൊക്കെയും പ്രത്യാശയുണ്ട്. എന്നാൽ ദുഷ്ടനെ സംബന്ധിച്ചിടത്തോളം അവനെ വിചാരത്തിൽ വാദിച്ചാലും, ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായാലും, തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായാലും, അവൻ്റെ പരമാർത്ഥ മനസ്സ് ഉണർത്താൻ നോക്കിയിട്ടായിരുന്നാലും ഒന്നും അവനൊരു മാറ്റമില്ല. അവൻ ചെയ്തതിനെക്കുറിച്ച് അവന് മനോബോധം, പാപബോധം വരുന്നില്ല. അവനെ ദൈവം കൈവിട്ട് കളയുന്നു.
കൈവിട്ട് കളയുന്നതിന് മുമ്പ് ദൈവം എടുക്കുന്നതാണ് തൻ്റെ പരിശുദ്ധാത്മാവിനെ. ഈ വിഷയം അറിഞ്ഞപ്പോഴാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അവസാനമാണ്, എല്ലാം പോയി, നിർമ്മലമായൊരു ഹൃദയം പോയി, എല്ലാം പോയി. ഇനി അവസാനം 2 കാര്യങ്ങളെ ബാക്കിയുള്ളൂ. ഒന്ന്, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് എടുക്കരുതേ. ഈ 2 കാര്യങ്ങളും കൂടെ അങ്ങ് കഴിഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധം അവന് തീർന്നു. അവരെക്കുറിച്ചാണ് വചനം പറയുന്നത്, 2 ചത്തും വേരറ്റും പോയവർ. ഫലമില്ലാതെ ഇല പൊഴിഞ്ഞു, വേരറ്റു, 2 ചത്തു, വേരറ്റു, പിന്നെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അവൻ അറ്റുപോയി. ഈ ഒരു അവസ്ഥയ്ക്ക് മുൻപാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതി കെട്ടവൻ തൻ്റെ വിചാരത്തെയും വിട്ടൊഴിയട്ടെ, അവൻ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യനിൽ വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് വാദം കേട്ടാൽ, ആ സമയത്ത് ആത്മാവിൻ്റെ വാദത്തിന് മനുഷ്യൻ കീഴടങ്ങിയാൽ അവൻ്റെ ജീവകാലം ഭദ്രവും സുരക്ഷിതവും ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ടതുമായി തീരും. അല്ല എങ്കിൽ ദൈവം വാദം നിർത്തി ന്യായവിധിയിലേക്ക് അവൻ അകപ്പെടുകയും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും.